ഇതെന്താ പ്ലാനാ? അങ്ങനെ ഇന്ന പ്ലാൻ ചെയ്ത് തുടങ്ങിയോ? ഇത് കളി ശരിയാവില്ല. അങ്ങനെയാണല്ലേ? ഇവിടെ എനിക്ക് ഇഷ്ടാവില്ല. എനിക്ക് വെറിയാവോ? സമാധാനപരമായിട്ട് ആലോചിക്കാം. ചൂല് ഗൈസ്. ഏതായാലും വൃത്തിയാക്കിയിട്ടില്ല. മൂന്നാളുണ്ടല്ലോ. മൂന്നാക്കൂടെ വൃത്തിയാക്കാം. ഏതായാലും ഞാൻ ചെയ്യുന്നൊക്കെ ഇവര് ചെയ്യല്ലോ. അപ്പൊ ഡബിൾ ക്ലീൻ. ഗൈസ് ഇത് എന്നുണ്ടെങ്കിൽ നല്ല രസാവിനെ. എന്ത് പറഞ്ഞാലും പറയല്ലോ. ഞാൻ അടിക്കുന്നോണ്ട് അടിക്കല്ലേ. ഇത് എങ്ങോട്ടാ അടിക്കുന്നത്? അങ്ങോട്ടാ അടിക്കണ്ടേ? നിങ്ങൾക്കുള്ള പണി വരുന്നുള്ളൂ മക്കളെ. ഇത് ഞാൻ പ്രതികാരം ചെയ്യും. ഇനി കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. നമുക്ക് എന്റെ റൂമിലേക്ക് പോവാല്ലേ? അവിടെ കൊറേ പൊടി ഉണ്ട് ഇപ്പൊ. ഒന്ന് ക്ലീൻ ആക്കണം. വേണ്ട. ഇതെന്തിന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നേ? അതിന് നല്ല വെക്ക്. പണിയായി എനിക്ക്. ഇതിപ്പോ വൃത്തിയാക്കാൻ വിളിച്ചോണ്ടെന്ന് പണിയായോ എനിക്ക്? ഓർക്ക് കേട്ട് ഭ്രാന്തടിക്കണ്ടാവും. ഞാനും മിണ്ടുന്നില്ല. ശബ്ദം പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. സൗണ്ട് വരെ കറക്റ്റ്. ടീം വർക്കാണോ? പണിയെടുക്കട്ടെ കുറച്ച്. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ ഇവിടുത്തെ പൊടിയൊക്കെ പോയി. ഞാൻ എന്റെ ഏരിയ വൃത്തിയാക്കി. നിങ്ങൾ നിങ്ങളെ ഏരിയ വൃത്തിയാക്കി. ഞാൻ ഏരിയ വൃത്തിയാക്കിക്കോ.
ഇന്ന് ദിവസം മൊത്തം എങ്ങനെയാ? ഞാൻ ഇപ്പൊ കിടന്നുറങ്ങാൻ പോകും. അപ്പൊ ഈ ചാലഞ്ച് എങ്ങനെ കൊണ്ടുപോകും? ഞാൻ കിടന്നുറങ്ങിക്കാളും. പിന്നെ പറ്റിച്ചതാണ് ഗൈസ്. വേറെ വീഡിയോ ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു നിർത്തിയിട്ട് പറ്റിച്ചതിന്റെ സങ്കടം മാറുന്നില്ല. ഇട്ടോ ഇനി ഈ ടേബിൾ വൃത്തിയാക്കിയാലോ? ഷാമിക്ക് ഭ്രാന്തായിട്ട് വയ്യ. അപ്പൊ പിന്നാലെ പറഞ്ഞ് ഞങ്ങളെങ്കിലും വെപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ കുറച്ചു നേരമായിട്ട് അവളെ കാണാനില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പൊ നമ്മള് ചോറുണ്ടാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇവിടെ മീൻകറിയും ഉണ്ട്, പിന്നെ ചിക്കൻ ആക്കിയതും ഉണ്ട് കേട്ടോ, പെരട്ടി വെച്ചതുണ്ട്. ഇപ്പൊ ഗൈസ് നമ്മള് ചോറുണ്ടാൻ പോവാണ്. അപ്പൊ ഇവിടെ മീൻകറിയുണ്ട്, ചിക്കൻ ഇതാക്കിയതും ഉണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ശ്രീക്ക് മീൻകറി കൂട്ടിട്ട് ചോറ് തിന്നാൻ പറ്റൂല. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രീക്ക് മീൻകറി കൂട്ടിട്ട് ചോറ് തിന്നാൻ പറ്റൂല. കണ്ടോ വിഷമം കണ്ടോ മുഖത്ത്? മീൻകറി കഴിക്കട്ടെ. വേണ്ട പാവല്ലേ, കൂട്ടാൻ പറ്റാത്തൊരു സാധനം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. വേണ്ട പാവല്ലേ, കൂട്ടാൻ പറ്റാത്തൊരു സാധനം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ 2 പീസ് ചിക്കൻ എടുത്തുള്ളൂ, അതേപോലെ 2 പീസ് ചിക്കൻ എടുത്തു. ഞാൻ 2 പീസ് ചിക്കൻ എടുത്തുള്ളൂ, അതേപോലെ 2 പീസ് ചിക്കൻ എടുത്തുള്ളൂ. ഞാൻ 2 പീസ് ചിക്കൻ എടുത്തുള്ളൂ, അതേപോലെ 2 പീസ് ചിക്കൻ എടുത്തുള്ളൂ. ഞാൻ പറയുന്ന പോലെ തന്നെ പറയണമെന്നൊന്നുമില്ല. എനിക്ക് മതി 2 കൂടെ അവിടെ താഴെ കരിക്ക് കുടിച്ചോണ്ടിരിക്കുക. ആ നേരെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഞാൻ റൂമിലേക്ക് വന്നതാ. മടുത്തു. നല്ല നേരെ പണി ശ്രീക്ക് കൊടുത്താലോ? ഞാൻ റെഡി. നേരത്തെ ചെയ്ത പോലെ തന്നെ ഓള് വിചാരിക്കല്ലോ ഞാനാണ് ഇനി ഇന്നെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന്. ഓൾ എന്താണോ ചെയ്യുന്നത് ഇനി പോയിട്ട് കോപ്പി ചെയ്യാം. 5 വിളിക്കാം. പ്ലാൻ ഓൺ ഗൈസ്. നമുക്ക് അടുത്ത ശ്രീനെ ഉറപ്പിക്കാം. ഓക്കെ കം ഓൺ. 5 കാലം മാറി. 5 കാല് മാറി. എന്നോട് സല്ലോ ഗൈസ് കാല് മാറാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതൊന്നും ഞാൻ കാല് മാറി. ക്ഷമയെന്നോ 5 എടി പണി തന്നില്ലേ? ഞാൻ മുട്ടിച്ചു കാല്. കാലുവാരി നൈസായിട്ട് കാല്. ഈ ജന്തു നീയും ഞാൻ വിട്ടു കൊടുക്കൂല. നിങ്ങൾ എത്ര ദൂരം എന്റെ പിന്നാലെ വരും.
നമുക്ക് ഒരു ചെറിയ പാട്ട് പഠിപ്പിക്കാം. ഇങ്ങോട്ട് ഫേസ് ചെയ്തു. ഇങ്ങോട്ട് ഫേസ് ചെയ്തോ? അതനുസരിക്കുന്നുണ്ട്. ആ അതനുസരിക്കുന്നുണ്ട്. സ സ പ പ സ സ പ പ സ സ സാരി പറഞ്ഞെന്ന് കേട്ടിട്ട് പറയുന്ന കേട്ടിട്ട് പറയും. സാരിഗ പ സാരിഗ പ ധ സാനി ധ ദ സ നി ദ പ ധ പ മഗരി സ പ ധ പ മ ഗ രി സ രി സ നി ധ സ രി സ നി ദ സ സാരി ഇത് ഒഴിച്ചാ ബാക്കിയൊക്കെ ഇത് ഒഴിച്ച ബാക്കിയൊക്കെ രസാ. സാരിഗ പ സാരിഗ പ ധ സാനി ധ ദ സ നി ദ പ ധ പ മഗരി സ പ ധ പ മ ഗ രി സ രി സ നി ധ സ രി സ നി ദ സ രാര വേണു രാര വേണു ഗോപാല ഗോപാല രാജിത സദ്ഗുണ രാജിത സദ്ഗുണ ജയശീല ജയശീല. ഒക്കെ കറക്റ്റാ. ശ്രുതിയൊക്കെ കറക്റ്റാ. ഇവര് കൊള്ളാട്ടോ. ഇവര് കൊള്ളാട്ടോ. ഇനി എന്താ? ഡാൻസിന് ഷാമിയിരുന്നു ഡാൻസിന് ഷാമിയായിരുന്നു നല്ലത്. ഗൈസ് നല്ല വൈകുന്നേരമായിട്ട് നമുക്ക് നല്ല ചായ ഉണ്ടാക്കാം. ഗൈസ് നല്ല വൈകുന്നേരമായിട്ടുണ്ട്. നമുക്ക് നല്ല ചായ ഉണ്ടാക്കാം. എനിക്ക് ഞാൻ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ, വേറെ ഉണ്ടായിക്കോളല്ലോ. എനിക്ക് ഞാൻ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ, വേറെ ഉണ്ടാക്കുമല്ലോ. മൂന്ന് പാത്രം ചായ. പിന്നെ പാട്ടൊന്നായി. ചായപ്പൊടി എവിടെ? ചായപ്പൊടി എവിടെ? എവിടെ പൊടി എവിടെ? എവിടെ പൊടി എവിടെ? പൊടി എവിടെ? കട്ടൻ മതി. കട്ടൻ മതി. കട്ടൻ മതി. കട്ടൻ മതി. കട്ടൻ മതി. കട്ടൻ മതി. പാൽ ചായ. പാൽ ചായ. ഞാൻ മാത്രം കുടിക്കുന്നില്ല. ഞാൻ മാത്രം കുടിക്കുന്നത്. കട്ടൻ മതി. ഗൈസ് 3 ചായ റെഡി. പുറത്ത് നല്ല മഴ. പുറത്ത് നല്ല മഴ. കയ്യിൽ നല്ല ചൂട് കട്ടൻ. കയ്യിൽ നല്ല ചൂട് കട്ടൻ. നിർത്തിയാലോ? ഓക്കെ നിർത്തിയാലോ?
വൈൻഡ് അപ്പ്. വൈൻഡ് അപ്പ്. ഞാൻ എന്ത് സംസാരിച്ചാലും പ്രശ്നം. ഞാൻ എന്ത് സംസാരിച്ചാലും പ്രശ്നമാവും. മൈക്കില്ല. മൈക്കില്ല. വൈൻഡ് അപ്പ്. വൈൻഡ് അപ്പ്. വൈൻഡ് അപ്പ്. വൈൻഡ് അപ്പ്. ഞാൻ ഇപ്പൊ ക്യാമറ ഓഫ് ആക്കും. ഞാൻ ഇപ്പൊ ക്യാമറ ഓഫ് ആക്കും. ഞങ്ങളെ ഷൂട്ട് ചെയ്യില്ല. ഞങ്ങളെ ഷൂട്ട് ചെയ്യില്ല. ഇപ്പൊ ഇനി ഒരു ദിവസം മുഴുവൻ സല്ലൂരി വിറ്റേറ്റ് ചെയ്തിട്ട് വീഡിയോ നമ്മള് രാവിലെ വീഡിയോ തുടങ്ങി സമയം ഇപ്പൊ വൈകുന്നേരമായി ഈ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞോണ്ടിരിക്കുക ഞങ്ങള്. ശ്യാമിക്ക് ഭ്രാന്തായിട്ടല്ലേ മാറിയത്? പ്രാന്തായിട്ട് ഞങ്ങള് മോളിൽ തിട്ട പ്ലാനാണത്. അതെനിക്ക് തോന്നി. ഇല്ല, ഇപ്പൊ നോർമലി വർത്താനം പറയുമ്പോഴും എനിക്ക് ഇവിടെ പറയുന്ന ഞാൻ ഈ രാവിലെ മുതലേ അവർ രണ്ടാളീ കോപ്പി ചെയ്തോണ്ട് നടക്കാം. എനിക്ക് മാത്രം അതിനൊരു ചാൻസ് കിട്ടിയില്ല. ബുദ്ധിമുട്ടാണ് കേസത്. അപ്പൊ ചലഞ്ച് എത്ര ഉള്ളൂ? ഞങ്ങളെ കൂടെ പറ്റുന്ന മാക്സിമം കോപ്പി ചെയ്യുന്നുണ്ട്. അതെ, ഇത് ഫണ്ണായിട്ട് ഇങ്ങനെ പോകുമ്പോ കുഴപ്പമില്ല. പക്ഷെ സീരിയസ് ആയിട്ടുള്ള സാഹചര്യത്തിലൊക്കെ സത്യമായിട്ട് ചില സമയത്ത് ഭ്രാന്തായി പോയി. ഞാനിങ്ങനെ വിചാരിക്കാം ഒരു കോളൊന്നും വരല്ലേ, കോള് വന്നാ കഴിഞ്ഞു 3 ആള് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. ശരിയല്ലേ? ഇപ്പൊ അങ്ങനത്തെ ഒരു കഷ്ടകാലം അത് കിട്ടിയില്ല, എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഹോൾ അടിച്ചു വാരിപ്പിച്ച് ഗൈസ്. പിന്നെ എന്റെ ടേബിൾ തുടക്കാണ്ടേനു. അത് അങ്ങനെ ഇവിടുത്തെ കുറച്ച് പണികൾ ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇത് കോപ്പി ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പണിയെടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഞാൻ പാട്ട് പഠിപ്പിച്ചെങ്കിലും അതുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങനെ കറക്റ്റ് ഒരു ഡിസിപ്ലിനിൽ ഇരുന്നിട്ട് നമ്മള് പറഞ്ഞ റിപ്പീറ്റ് ചെയ്തു പോയി. കറക്റ്റ് ഒരു ഡിസിപ്ലിനിൽ ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് പാടിയൊക്കെ രണ്ടുപേരും നല്ല പാടുണ്ട്. ഇനി മുതൽ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നത്. അതെ അതെ അതെ. ആ സാധനമൊക്കെ അത് നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇനി എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ചാനൽ ഇത്രയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, this is ഷാമിയ, this is സഞ്ജിത. signing off.